ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി വ്ളോഗാട്ടോ. വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല. സൺഡേയിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണത് തൃശ്ശൂരിലുള്ള പുഴയ്ക്കലിലെ നെസ്റ്റ് ഓയിലിലേക്കാണ് കേട്ടോ. അന്ന് മഴയുള്ള ദിവസമാണ്. ഇപ്പോഴൊന്നും എടുത്തതല്ല, ഇത് മുമ്പ് എടുത്ത് വെച്ചായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ മഴ ഉള്ള ദിവസങ്ങളിലല്ലേ, അപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാമെന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ നെസ്റ്റോയിൽ അന്ന് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല മഴയായി. പിന്നെ അതുമാത്രമല്ല, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫറുള്ള കാരണം എല്ലായിടത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയൊന്നും അങ്ങനെ പാർക്കിങ്ങിലേക്ക് കയറ്റാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ റോഡിൻ്റെ ഒരു സൈഡിലാണ് ഇട്ടായിരുന്നത്. അപ്പോൾ അധികം ബ്ലോക്കില്ലാത്ത ഒരു റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷം ഞങ്ങൾ നെസ്റ്റ് ഓയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെസ്റ്റ് ഓയിൽ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ നല്ല തിരക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഈ ഓഫറുള്ള കാരണം എല്ലാവരും നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ്. നമുക്ക് സമാധാനമായിട്ടൊന്നും നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. എങ്ങനെയെങ്കിലും ബില്ലടിക്കാമെന്ന് വിചാരിച്ചാലോ അതും നടക്കില്ല. ബില്ലൊക്കെ നല്ല വരികയായിരുന്നു. അപ്പോൾ അരിയും ഓയിലും പിന്നെ നമ്മൾ എത്തിയേക്കണത് ഫിഷിൻ്റെ ഭാഗത്തേക്കാണ്. ഫിഷുകൾ തന്നെ കുറേ തരമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വാങ്ങാനൊന്നും നിന്നില്ല. നമ്മൾ ഇറച്ചി മീനൊന്നും നമ്മൾ ഇവിടുന്ന് മേടിക്കാറില്ല. വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടും കുറച്ച് വിലയൊക്കെ ഉണ്ട്. മറ്റേ മീറ്റിനാണെങ്കിലും ഫിഷിനാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഫിഷുകളാണ്. പിന്നെ നമ്മൾ മീറ്റ്, ചിക്കൻ, ബീഫ്, അതിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കത്തിനനുസരിച്ച് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇനി അടുത്ത് എത്തണത് ഒരു നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്കുകളുടെ സ്ഥലത്തേക്കാണ്. അപ്പോൾ വെറൈറ്റികളായിട്ടുള്ള കേക്കുകൾ മോഡലുകളൊക്കെ നോക്കി. അപ്പോൾ നമ്മളിത് ഒരുവിധം എല്ലാ കേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോണറ്റ്സ്, കപ്പ് കേക്ക്സ്, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ തന്നെ പേസ്ട്രീസ്, കുറേ പീസ് കേക്കുകൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ഫീൽഡായ കാരണം നമുക്ക് അത്ര അങ്ങോട്ട്, നമ്മൾ കുറേ നാളുകളായല്ലോ അതിൻ്റെ ഇതിൽ, അപ്പോൾ അത് കാരണം കഴിക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഏതൊക്കെ ഐറ്റംസ് നോക്കിയിട്ട് അടുത്തതായിട്ട് നമ്മുടെ പപ്സ് അങ്ങനത്തെ ഉള്ള സ്നാക്സുകളില്ലേ, അതിൻ്റെ അവിടേക്ക് കടന്നത്. അതിവിടെ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കുറേ ഉണ്ടായിരുന്നു. തിരക്ക് കണ്ടിട്ട് അതിൻ്റെ ഇടയിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് വെറുതെ ഒന്ന് വീടെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ഒരു രസം തോന്നിയിട്ടാ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഐസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ കുറേ കാര്യങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നണത് മറ്റേ ഒരു പുളിയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പുളിയിൽ ചേർത്തുണ്ടാവും. പിന്നെ ഇത് ബീട്രൂട്ട് കഷ്ണങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ സിറപ്പ്, പിന്നെ പൊട്ടുകടല, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് കസ്കസ്, ഇതൊക്കെ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ചെയ്യണത്. കുഴപ്പമില്ല. പുളി, മധുരം, ഉപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ട് കഴിച്ചു നോക്കി. ആദ്യമായിട്ട് കഴിക്കണ കാരണം ഞങ്ങൾ ഒരെണ്ണം മേടിച്ചുള്ളൂ കേട്ടോ. അതിന് 20 രൂപയുള്ളൂ. അത് കാരണം ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കുറേ മേടിച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് ഒരെണ്ണം മേടിച്ച് നോക്കി. അപ്പോൾ പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. എനിക്കും കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഞങ്ങൾ അടുത്തായിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് കയറിയത് ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഓഫറുള്ള കാരണം നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഒരു സാധനം ഞങ്ങൾ വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം കൂടി തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ള ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.